നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാടിലെ കണ്ണാടിയിലാണ്. ഇവിടെയാണ് നമ്മുടെ പാലക്കാട്ടുകാർക്കായി ലുലു മാൾ ഓപ്പൺ ആയിരിക്കുന്നത്. പലവട്ടം ഞാൻ റീൽസ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത ദിവസം ഇടാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇടാമെന്ന് വാക്ക് ഞാൻ പാലിക്കുന്നു. ഇന്ന് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ഫുള്ളും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. ഇന്നലെ വന്ന് തിരിച്ചു പോയ പോലെ ആവരുത് എന്ന് കരുതി ഇന്ന് നേരത്തെ എത്തി. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ 9:15 ഷൂട്ട് ചെയ്യാൻ മാത്രമായി എത്തിയതാണ്. രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള ലുലു മാളിൽ 1,00,000 സ്ക്വയർ ഫീറ്റും ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ്. താഴത്തെ ഫ്ലോറ് മുക്കാലല്ല അതിലും കൂടുതൽ ഭാഗം ഹൈപ്പർ മാർക്കറ്റ് മാത്രമാണ്. രാജ്യത്തെ 10ാമത്തെ ലുലു മാളാണ് നമ്മുടെ പാലക്കാട് ഓപ്പൺ ആയിരിക്കുന്നത്. കേരളത്തിലെ 5ാമത്തേത്. നമ്മുടെ ഈ ലുലു മാൾ പാലക്കാട്ടിലെ കാർഷിക മേഖലയ്ക്ക് ഒരു കൈത്താങ്ങ് തന്നെയാണ്. കർഷകരുടെ കയ്യിൽ നിന്നും നേരിട്ട് പഴം, പച്ചക്കറി, പാൽ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ശേഖരിച്ച് ലുലു മാളിലൂടെ നമ്മൾക്ക് ലഭ്യമാക്കി തരുന്നു എന്നത് എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകതയാണ്. നിറയെ കൗണ്ടറുകളുണ്ട്. ആവശ്യമായി വരും. കുറച്ച് കഴിഞ്ഞാൽ വൻ തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുക. പുറത്ത് വരുമ്പോൾ എസ്കലേറ്ററിൽ ചെറിയൊരു കംപ്ലൈൻറ്റ്, നേരെ വിട്ടു ലിഫ്റ്റ് വഴി. ഈ ലുലു മാൾ 2 ഫ്ലോറിലായാണ് നിലകൊള്ളുന്നത്. അങ്ങനെ നേരെ 2nd ഫ്ലോറിലേക്ക് പോയി. നോക്കുമ്പോൾ 2nd ഫ്ലോറിലെ മിക്ക ഷോപ്പും ഓപ്പൺ അല്ല. ലുലു ഫാഷൻ അതാണല്ലോ പ്രധാനം നമ്മൾക്കല്ലേ, അത് ഓപ്പൺ ആയിട്ടില്ല. റീച്ച് ചെയ്യാൻ പറഞ്ഞു. മേലെ വന്നത് 9:45-നാണ്. കൃത്യം 10 മണിക്ക് നിങ്ങളെല്ലാവരും എത്തിയാൽ മതി. എങ്കിൽ എല്ലാ ഷോപ്പും ഓപ്പണായി കാണാൻ പറ്റും. എന്നാൽ ഹൈപ്പർ മാർക്കറ്റ്
നേരത്തെ ഓപ്പൺ ആയിരിക്കും. ഇതുവരെ ഷൂട്ട് ചെയ്തതെല്ലാം കുറേ നേരം അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ഇതാ ലുലു ഫാഷൻ ഓപ്പണായി. നേരെ വിട്ടു അതിനകത്തോട്ട്. എന്നാൽ അവിടെ പോയപ്പോഴാണ് നമ്മളുടെ ഹാൻഡ് ബാഗ് അങ്ങോട്ട് ഓപ്പണായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് അതിലൊരു ചെക്ക് ചെയ്യില്ലെന്നില്ല, അതൊന്ന് ലോക്ക് ചെയ്ത് തരും, ടാഗ് കെട്ടിത്തരും, അത്രയേ ഉള്ളൂ. അങ്ങനെ അതും കൊണ്ട് നേരെ വിട്ടു ലുലു ഫാഷനിലോട്ട്. കുട്ടികൾക്ക് വേണ്ട നല്ല കളക്ഷൻസ് ഇവിടെ കണ്ടു കേട്ടോ, നിറയെ ഉണ്ട്. എന്നാൽ ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് വന്ന് പറഞ്ഞ് ഇവിടുത്തെ ഡ്രസ്സും മറ്റൊന്നും അങ്ങനെ കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. അങ്ങനെ അവിടെ നിന്ന് മാറി സെക്ഷനായി ചെറുതായി മാത്രം ഞാൻ ഷൂട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് ഫ്ലോറിനകത്തൊക്കെ ഷൂട്ട് ചെയ്ത് പുറത്ത് വരുന്നു. ഇതാ അപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായി. ഏതൊക്കെയാണ് ഫുഡ് നമ്മൾക്ക് ഇവിടെ ലഭ്യം എന്ന് നോക്കാം. ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ട്, എന്നാലും കഴിച്ചവർ വേഗം എണീക്കുമ്പോൾ കുഴപ്പമില്ല. അതിനോട് ചേർന്ന് തന്നെ ഇതാ നമ്മുടെ കുഞ്ഞു മക്കൾക്കായിട്ട് ഇവിടെ ഇങ്ങനൊരു സംഭവം കൂടെ ഉണ്ട്. രണ്ട് ഫ്ലോറും കഴിഞ്ഞ് നേരെ ബേസ്മെൻറ്റിലോട്ട് വിട്ടു. ബേസ്മെൻറ്റിലും വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. കൂടാതെ ഔട്ട്സൈഡിലും ഇതാ ഇഷ്ടംപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. അത്രയ്ക്കും സൗകര്യം ഇവിടെയുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.